ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 8ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി യൂണിറ്റ് 3 ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ. ഈ യൂണിറ്റിൽ നമുക്ക് എം മുകുന്ദന്റെ ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന കഥാസമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ള അമ്മമ്മ എന്ന കഥ, മലയാളത്തിലെ പ്രശസ്ത കവിയും ഗാനരചയിതാവും സംവിധായകനുമൊക്കെയായ പി ഭാസ്കരൻ കൃതികൾ, കവിതകൾ, ഗാനങ്ങൾ എന്ന സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള തോട്ടക്കാരി എന്ന കവിത, ഡോക്ടർ എം.എസ്. വല്യത്താൻ, വി.ഡി. ശെൽവരാജ് എന്നിവരുടെ ഗ്രന്ഥമായ മയൂരശിഖ, ജീവിതം, അനുഭവം, അറിവ് എന്ന പുസ്തകത്തിൽ നിന്നെടുത്തിട്ടുള്ള ഭഗീരഥ പ്രയത്നം എന്ന ഭാഗം. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ന് നമ്മൾ എം മുകുന്ദന്റെ അമ്മമ്മ എന്ന കഥയാണ് പഠിക്കുന്നത്. യൂണിറ്റിന്റെ ആമുഖമായി നൽകിയിരിക്കുന്ന വരികൾ നോക്കാം. ഇത് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഇംഗ്ലീഷിലുള്ള ഏതാനും വാക്കുകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇഫ് യു കാൺട്ട് ഫ്ലൈ then run. If you can't run, then walk. If you can't walk, then crawl. But whatever you do, you have to keep moving forward. മാർട്ടിൻ ലൂതർ കിങ്. നിനക്ക് പറക്കാനാകില്ലെങ്കിൽ ഓടുക, ഓടാനാകില്ലെങ്കിൽ നടക്കുക, നടക്കാനുമാകില്ലെങ്കിൽ ഇഴയുക. എന്തു തന്നെ ചെയ്താലും മുന്നോട്ട് തന്നെ പോവുക. എന്താണ് ഇതിലൂടെ മാർട്ടിൻ ലൂതർ കിങ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിനക്ക് പറക്കാനാകില്ലെങ്കിൽ ഓടുക. നിനക്ക് ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എങ്കിൽ നിന്നെ കൊണ്ട് കഴിയുന്നത് പോലെ നീ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓടാനാകില്ലെങ്കിൽ നടക്കുക. അത്രത്തോളം പ്രയത്നിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സാരമില്ല, നിന്നെ കൊണ്ട് കഴിയുന്നത് നടക്കുക എന്നുള്ളതാണെങ്കിൽ നീ നടക്കുക. നടക്കാനുമാകില്ലെങ്കിൽ ഇഴയുക. പക്ഷേ നിന്റെ പരിശ്രമം എത്ര ചെറുത് തന്നെയാണെങ്കിലും നീ എന്ത് ചെയ്യണം? നീ മുന്നോട്ട് തന്നെ പോകണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടേണ്ടതായിട്ടുള്ള വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം, വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകാം. നാം അതിനുവേണ്ടി നിത്യവും പ്രയത്നിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. നമുക്കൊരു പക്ഷേ മറ്റുള്ളവരുടേതുപോലെ ഉയരത്തിലേക്ക് എത്താനോ അവർക്കൊപ്പം പാഞ്ഞെത്താനോ സാധിച്ചില്ല എന്ന് വരാം. എന്നിരുന്നാലും നമ്മുടെ പരിമിതികൾ വെച്ചുകൊണ്ട്, ചിലപ്പോൾ നമുക്ക് അംഗപരിമിതികൾ ഉണ്ടാകാം, ബുദ്ധിപരമായ പരിമിതികൾ ഉണ്ടാകാം, സാമ്പത്തികമായ പരിമിതികൾ ഉണ്ടാകാം. എന്തു തന്നെയാണെങ്കിലും നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട്, അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ശാരീരികവും മാനസികവുമായ ശേഷി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ നാം പോയിക്കൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ പ്രയത്നം നാം നടത്തിക്കൊണ്ടിരിക്കണമെന്നാണ് മാർട്ടിൻ ലൂതർ കിങ് പറയുന്നത്. അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്ന പ്രയോഗവുമായി നമുക്കിതിനെ ചേർത്ത് വയ്ക്കാവുന്നതാണ്. അണ്ണാൻ കുഞ്ഞ് തീരെ ചെറുതാണ് എന്ന് കരുതി അതിൻ്റെ യത്നം അല്ലെങ്കിൽ അതിൻ്റെ പ്രയത്നം ചെയ്യാതെ ഇരുന്നില്ല. അതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടേയിരിക്കാം. അവയ്ക്ക് ഫലം കിട്ടുമെന്നാണ് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ വരികളിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്കിനി പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠഭാഗത്തിന്റെ ആമുഖമായി 2 വരികൾ നൽകിയിട്ടുണ്ട്. നോക്കുക. കാലത്തിനൊപ്പം നടന്നു നടന്ന് മാറ്റങ്ങളെ നെഞ്ചേറ്റുമ്പോൾ. നാം എല്ലാ കാലത്തും ഒരുപോലെ ജീവിക്കുന്ന മനുഷ്യരല്ല, അല്ലേ? സാഹചര്യങ്ങൾക്കനുസരിച്ച്, പ്രതിസന്ധികൾക്കനുസരിച്ച്, പിന്നെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചൊക്കെ നമുക്ക് മാറേണ്ടി വരും. എല്ലാ കാലവും മനുഷ്യർക്ക് ഒന്നുപോലെ ഇരിക്കാൻ കഴിയുകയില്ല. സാഹചര്യങ്ങളുടെയും സമൂഹത്തിൻ്റെയും സമ്മർദ്ദം നിമിത്തം നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ രീതികളിലുമൊക്കെ മാറ്റം വരുത്തേണ്ടി വരും. ഉദാഹരണത്തിന്, നിങ്ങൾ ഇന്ന് കേരളത്തിൽ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ആഹാര രീതിയും മറ്റുമായിരിക്കും ശീലിക്കുക. എന്നാൽ മറ്റൊരു രാജ്യത്തേക്ക് നിങ്ങൾ പറിച്ചു നടപ്പെട്ടാൽ അല്ലെങ്കിൽ താമസിക്കേണ്ടി വന്നാൽ നിങ്ങൾക്കന്ന് അവിടുത്തെ ആഹാര രീതിയുമായി പൊരുത്തപ്പെട്ടു പോയേ തീരുകയുള്ളൂ, അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറേണ്ടി വരുന്നു. മാറ്റങ്ങൾക്ക് നാം എതിരായി സഞ്ചരിച്ചാൽ എന്തു പറ്റും? നാം മാത്രം ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോകും. നമ്മോടൊപ്പമുള്ളവരെല്ലാം നമ്മെ പിന്നിട്ട് ഒരുപാട് ദൂരം മുന്നോട്ട് പോകും. ആ മനുഷ്യർക്കൊപ്പം എത്താൻ, അവരുടെ രീതികൾക്കൊപ്പം എത്താനൊക്കെ നാം പിന്നീട് പെടാപ്പാട് പെടേണ്ടി വരും, അല്ലേ? അപ്പോൾ ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും ജീവിത സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമുക്കുണ്ട്, സാങ്കേതിക വിദ്യകളുണ്ട്. നാം എന്ത് ചെയ്യണം? നാം അവയെ പരിശീലിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സമകാലികരായ മനുഷ്യർ സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെട്ട് ബഹുദൂരം മുന്നോട്ട് പോകുമ്പോൾ അവരുമായി പൊരുത്തപ്പെടാതെ നാം പിന്നിലാക്കപ്പെടും.
അത് സൂചിപ്പിക്കുന്ന ഒരു കഥയാണ് അമ്മമ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടു തരം മനുഷ്യരെയാണ്. ഒന്ന്, കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മാറാൻ തയ്യാറായിട്ടുള്ള ഒരു തലമുറ. മറ്റൊന്ന്, പഴയ കാലത്തിന്റെ സ്മരണകളെ നെഞ്ചിലേറ്റിക്കൊണ്ട് അവയെ ഓർത്ത് ഇന്നും അവയിൽ ആനന്ദിച്ചും അഭിരമിച്ചും ജീവിക്കുന്ന ഒരു തലമുറ. അങ്ങനെ രണ്ട് തലമുറകളെയാണ് നമ്മളിതിൽ പരിചയപ്പെടുന്നത്. ലളിതമായി പറയുകയാണെങ്കിൽ, ഒരു തലമുറയ്ക്ക് നമ്മളിതിൽ രണ്ട് തലമുറകളെ പരിചയപ്പെടും. അതിൽ ഒരു തലമുറയെ പ്രതിനിധീകരിക്കുന്നയാൾക്ക് മാറ്റങ്ങൾ ഇഷ്ടമാണ്, മാറാൻ ഇഷ്ടമാണ്. മറ്റൊരാൾക്ക് മാറ്റങ്ങൾ ഇഷ്ടമല്ല, അദ്ദേഹത്തിന് എപ്പോഴും പഴയ കാലത്ത് തന്നെ ജീവിക്കാനും ആ രീതികൾ പിന്തുടരാനുമാണ് ഇഷ്ടം. അങ്ങനെയുള്ള രണ്ടുപേരെ നമ്മൾ പരിചയപ്പെടുന്നു. അവരുടെ പൊരുത്തക്കേടുകളും അവരുടെ ചിന്തയിലുള്ള വ്യത്യാസങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് ആശയമായി കടന്നു വരുന്നത്. കഥ ഞാനൊന്ന് വായിക്കുകയാണ്, എന്നിട്ട് അതിൻ്റെ വിശകലനം നടത്താം. ഈ പാഠഭാഗത്തിന്റെ വിശദമായ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തര മാതൃകകളുമാണ് ഈ വീഡിയോയിൽ വരുന്നത്. നമുക്ക് കഥയുടെ വായനയിലേക്ക് പോകാം. അമ്മമ്മ. ഇന്ന് അമ്മമ്മ ഞങ്ങളുടെ പുത്തൻ വീടു കാണാൻ വരുന്നു. പട്ടണത്തിന്റെ പടിഞ്ഞാറു ഭാഗത്താണ് ഞങ്ങളുടെ വീട്. ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഞാൻ ഈ 20 സെന്റ് ഭൂമി വാങ്ങിയത്. അതിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വീട് പണിയുവാൻ വേണ്ടി വീണ്ടും എനിക്ക് ചോര നീരാക്കേണ്ടി വന്നു. ഇരിപ്പുമുറിയും തീൻമുറിയും താഴത്തെ നിലയിലാണ്. മുകളിൽ 2 കിടപ്പുമുറികളുണ്ട്. പിന്നെ പ്രഭാതത്തിൽ സൂര്യോദയം കാണാനും സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം കാണുവാനും ഒരു സിറ്റൗട്ടും. അവിടെ ഇരുന്നാൽ കിഴക്കും പടിഞ്ഞാറും കാണാം. കുളിരും മഞ്ഞും വീഴുന്ന പ്രഭാതങ്ങളിൽ ഞാൻ എൻ്റെ കാശ്മീർ ഷോൾ പുതച്ചുകൊണ്ട് അവിടെ ഇരുന്ന് സൂര്യോദയം ദർശിക്കും. അന്നേരം അപ്പുറം കിടപ്പുമുറികളിൽ എൻ്റെ ഭാര്യയും 2 മക്കളും പുലർകാല സ്വപ്നങ്ങൾ കണ്ട് മയങ്ങുകയായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന ഒരു മുഹൂർത്തമാണ് അത്. അമ്മമ്മയ്ക്ക് എൻ്റെ വീട് കാണണ്ടേ? എന്നാണ് ഞാൻ കാറുമായി വരേണ്ടത്? കഴിഞ്ഞ തവണ തറവാട്ടിൽ ചെന്നപ്പോൾ പട്ടണത്തിലേക്ക് വരുവാൻ ഞാൻ അമ്മമ്മയെ നിർബന്ധിച്ചു. അമ്മമ്മ ചെല്ലം മുന്നിൽ വെച്ച് മുറുക്കുവാനുള്ള വട്ടം കൂട്ടുകയായിരുന്നു. യാത്രയ്ക്കൊന്നും വയ്യ കൃപാകര, വീടിന്റെ ഒരു ഫോട്ടോ പിടിച്ചു കൊണ്ട് തന്നാലും മതി. ഫോട്ടോ കണ്ടാ പോരാ, അമ്മമ്മ വന്ന് വീടു തന്നെ കാണണം. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാലം കുറയായി. ഒന്നിനും വയ്യ. വയസ്സ് 80 കഴിഞ്ഞു. ഇനി എന്തു കാണാനാ? കാണാനുള്ളതെല്ലാം ഇനി അങ്ങു ചെന്നിട്ട്. അമ്മമ്മ ആകാശത്തേക്ക് കണ്ണയച്ചു. അമ്മമ്മ ഒട്ടും ബുദ്ധിമുട്ടേണ്ടി വരില്ല. കാറ് കൊണ്ടുവന്ന് പടിക്കൽ നിർത്താം. അമ്മമ്മ അതിൽ കയറി ഇരുന്നാലും മതി. വീട് കണ്ട് തിരികെ പടിക്കൽ കൊണ്ടുവന്ന് കാർ നിർത്താം. പോരെ? അവസാനം അമ്മമ്മ സമ്മതം മൂളി. അവർ വെറ്റിലയുടെ ഞരമ്പുകൾ നുള്ളിക്കളയുകയും അടയ്ക്ക ചുരണ്ടുകയും ചെയ്തു. മോനെ, ആ മിനി ഉരുളിങ് എടുത്താട്ടെ. അവർ കോലായിലെ അരമതിയിൽ വെച്ചിരുന്ന അവരുടെ കൊച്ചു ഉരൽ ചൂണ്ടിക്കാണിച്ചു. ഞാൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. അവർ അടയ്ക്കയും വെറ്റിലയും അതിലിട്ട് ചതച്ചു. അമ്മമ്മയ്ക്ക് പല്ലില്ല. അമ്മമ്മ എവിടെന്നായി ഈ ഇംഗ്ലീഷ് വാക്കെല്ലാം പഠിച്ചത്? കൃപാകര, നിന്നെപ്പോലെ ഞാൻ ബോംബെയും കൽക്കത്തയും ഒന്നും കണ്ടിട്ടില്ല. എന്നാലും ഈ അമ്മമ്മയ്ക്ക് കുറെ ഇംഗ്ലീഷെല്ലാം അറിയാം. ഇടിച്ച വെറ്റിലടയ്ക്ക വായിലിട്ട് അവർ എന്നെ നോക്കി ചിരിച്ചു. ഊണു കഴിഞ്ഞ ശേഷം ഞാൻ ഇറങ്ങാൻ പുറപ്പെട്ടു. അമ്മമ്മ തടുത്തു. ഇന്നിവിടെ പാർത്തിട്ട് രാവിലെ പോയാലും മതി. എത്ര കാലം കൂടിയിട്ടാ ഇന്ന് നീ ഈ വഴി വന്നത്? ഇനി ഒരിക്കലാകാം. വീടിന്റെ പണി കഴിഞ്ഞില്ലേ? വാസന്തിയെയും കുട്ടികളെയും കൂട്ടി ഒരു ദിവസം ഞാനിവിടെ താമസിക്കാൻ വരുന്നുണ്ട്. അമ്മമ്മ പറഞ്ഞത് വാസ്തവമാണ്. നഗരത്തിൽ നിന്ന് പെൻഷനായി വന്ന ശേഷം വീട് പണിയുടെ തിരക്കിലായിരുന്നു. ഇപ്പോഴേ ഒന്ന് ശ്വാസം വിടാൻ കഴിഞ്ഞുള്ളൂ. ഇറങ്ങുമ്പോൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. വരുന്ന ഞായറാഴ്ച കാലത്ത് ഞാൻ വണ്ടിയുമായി എത്തും. അമ്മമ്മ ഒരുങ്ങിയിരുന്നോളണം. അമ്മമ്മയ്ക്ക് ഒരു റെഡ് കാർപ്പറ്റ് സ്വീകരണം നൽകുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. എന്റെ ഭൂതകാലത്തിന്റെ ഒരു തെളിഞ്ഞ ഓർമ്മയാണ് അവർ. ബാല്യകാലം, നാട് വിടുന്നതുവരെയുള്ള തറവാട്ടിലെ ജീവിതം, അതിന്റെ എല്ലാം കണ്ണികളാണ് അവർ. അവർ മടിയിലിരുത്തി പറഞ്ഞു തന്നിട്ടുള്ള എണ്ണമറ്റ കഥകളാണ് എന്റെ എളിയ ലോകവിജ്ഞാനത്തിന്റെ ഉറവിടം. അമ്മമ്മ എന്റെ വീട് കാണാൻ വരുന്ന ഈ അവസരത്തിൽ ഞാനതെല്ലാം ഓർത്തുപോകുന്നു. നേരത്തെ നിശ്ചയിച്ചതുപോലെ ഞായറാഴ്ച കാലത്ത് ഞാൻ എന്റെ സ്നേഹിതൻ വാസുദേവന്റെ വണ്ടിയുമെടുത്ത് തറവാട്ടിലേക്ക് പുറപ്പെട്ടു. പട്ടണത്തിൽ നിന്ന് 12 നാഴിക കിഴക്കാണ് ഞങ്ങളുടെ നാട്ടിൻപുറം. അടുത്ത കാലത്തായി അവിടെ വലിയ പരിവർത്തനങ്ങൾ വന്നതായി കാണാം. ഏതു വണ്ടിക്കും പോകാൻ സൗകര്യമുള്ള നിരത്തുകൾ, വൈദ്യുതി, സ്കൂൾ, തപാല ഓഫീസ്. ഞാൻ ചെല്ലുമ്പോൾ അമ്മമ്മ തയ്യാറായി നിൽക്കുന്നു. കസവും മുണ്ടും ബ്ലൗസും ധരിച്ചിരുന്നു. ദൂരയാത്ര ചെയ്യുമ്പോൾ മാത്രമേ അവർ ബ്ലൗസ് ധരിക്കാറുള്ളൂ. നരച്ച തലമുടി വൃത്തിയായി കോതി വെച്ചിരിക്കുന്നു. കാലുകളിൽ ചെരുപ്പും. എങ്ങനെയുണ്ട് കൃപാകര?
സുന്ദരിയായിട്ടുണ്ട്. അമ്മമ്മ പല്ലില്ലാത്ത വായ കാണിച്ചു ചിരിച്ചു. അവർ ചെല്ലം കയ്യിലെടുത്തു. എവിടെ പോകുമ്പോഴും അത് അവരുടെ കൂടെ ഉണ്ടാകും. അമ്മമ്മ കാറിൽ മുൻസീറ്റിൽ എന്റെ അരികിലിരുന്നു. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇത് ആരുടേതാ വണ്ടി? ഒരു സ്നേഹിതന്റെ. വാസുദേവൻ എന്ന് പറയും. കൃപാകര, നിനക്കും വാങ്ങരുതോ ഒരു വണ്ടി? എനിക്കത്ര വലിയ മോഹങ്ങളൊന്നുമില്ല മമ്മേ. നിനക്ക് ഒരു മാറ്റവുമില്ല. ആ പഴയ കൃപാകരൻ തന്നെ, അമ്മമ്മ ഒരു ചിരിയോടെ പറഞ്ഞു. വെയിൽ മൂക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ പട്ടണത്തിലെത്തി. ഗേറ്റിൽ കാർ നിർത്തി ഞാൻ ഹോൺ അടിച്ചു. വാസന്തിയും കുട്ടികളും ഓടി വന്നു. അവർ ഞങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. അമ്മമ്മയ്ക്ക് കൃപാകരന്റെ പുത്തൻ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഡോർ തുറന്നു കൊടുത്തു. അമ്മമ്മ താഴെ ഇറങ്ങി. കസവുമുണ്ട് മാറിൽ നേരെയിട്ട് എന്റെ പുത്തൻ വീടിനെ ആകെ ഒന്ന് നോക്കി. അമ്മമ്മയ്ക്ക് ഇഷ്ടമായോ? പുറമേ നിന്ന് നല്ല കാഴ്ച. ഉള്ളിലും കൂടി കണ്ടിട്ട് അഭിപ്രായം പറയാം. അമ്മമ്മയ്ക്ക് എന്തിനെക്കുറിച്ചും വ്യക്തമായ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിന് ഞാൻ വളരെയധികം വില കൽപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് ക്രിസാന്തിമം കൂടി വേണം. ഞങ്ങളുടെ കൊച്ചു പൂന്തോട്ടം കണ്ടിട്ട് അവർ അഭിപ്രായപ്പെട്ടു. തോട്ടത്തിൽ നാടൻ പൂക്കളാണ് ഏറെയും. ചട്ടിപ്പൂക്കൾ മാത്രമല്ല, തറവാടിന്റെ കൂടാരപ്പൂവുകൾ കൂടി ഞാൻ ഇവിടെ നട്ടുവളർത്തിയിരുന്നു. ഈ പൂക്കളെല്ലാം അമ്മമ്മയ്ക്ക് പഴഞ്ചനായി തോന്നിയിരിക്കണം. അകത്തു കയറിയ അമ്മമ്മ ഒരു ഗ്ലാസ് തണുത്ത സ്ക്വാഷ് കുടിച്ചു. വീടാകെ നടന്നു കണ്ടു. അതിനുശേഷം മുകളിലെ സിറ്റൗട്ടിലിരുന്ന് ചെല്ലം കയ്യിലെടുത്തു. അന്നേരം ഞാൻ രഹസ്യമായി അവരുടെ മിനി ഉരൽ എന്ന പ്രയോഗത്തെക്കുറിച്ച് വാസന്തിയോട് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം അവൾ പൊട്ടിച്ചിരിച്ചു. പട്ടണത്തെ വിഹകമായി വീക്ഷിച്ചുകൊണ്ട് അമ്മമ്മ വിശദമായി ഒന്ന് മുറുക്കി. വീടിന് ചെലവെന്തായി? 1.25. ഇക്കാലത്ത് അതത്ര വലിയ തുകയൊന്നുമല്ല, അമ്മമ്മ നിസ്സാരമായി പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്റെ ഉള്ളിൽ ഒരു തേങ്ങൽ ഉയർന്നു. ഈ 1.25 ലക്ഷത്തിനു വേണ്ടി ഒരു ആയുഷ്കാലം മുഴുവൻ ഞാൻ ചോര നീരാക്കി അധ്വാനിച്ച കഥ എനിക്കല്ലാതെ മറ്റാർക്കറിയാം? ഉച്ചയാകുന്നത് വരെ ഞങ്ങൾ അവിടെ ഇരുന്ന് പല കാര്യങ്ങളും സംസാരിച്ചു. നഗരങ്ങളിലെ വിശേഷങ്ങൾ അറിയുവാൻ അവർ പ്രത്യേകം താല്പര്യം കാണിച്ചു. കൃപാകര, നീ ഭാഗ്യവാനാ. നിനക്ക് ലോകം കാണാൻ കഴിഞ്ഞല്ലോ. ഈ അമ്മമ്മ എന്ത് കണ്ടു? ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു. അവിടെ തന്നെ കിടന്ന് ഞാൻ ചാകുകയും ചെയ്യും. എനിക്കൊരു സങ്കടമേയുള്ളൂ. കുറെ യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അമ്മമ്മയെ ഞാൻ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാം. കുറച്ച് കഴിയട്ടെ. നമുക്ക് മദിരാശി വരെ ഒന്ന് പോകാം. മദിരാശി കണ്ടിട്ട് എന്താ കാര്യം? കാണണമെങ്കിൽ ദുബായ് കാണണം. സത്യം പറയട്ടെ, അത് കേട്ടപ്പോൾ ഈ കൃപാകരൻ ഉരുകിപ്പോയി. അന്നേരം വാസന്തി വന്ന് ഞങ്ങളെ തീൻമുറിയിലേക്ക് ക്ഷണിച്ചു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അമ്മമ്മ വാഷ് ബേസിനരികിൽ ചെന്ന് മുഖം കഴുകി മേശയ്ക്ക് മുമ്പിൽ വന്നിരുന്നു. അവർക്ക് മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുവാൻ കഴിയുമോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു. എന്റെ സംശയം അസ്ഥാനത്തായിരുന്നു. അവരിൽ ഒരു പരിചയക്കുറവും കണ്ടില്ല. മേശ സമൃദ്ധമാണ്. വാസന്തി അവളുടെ പാചകവിരുദ്ധ മുഴുവൻ കാണിച്ച മട്ടുണ്ട്. നാടൻ മട്ടിലുള്ള ഒരു സദ്യക്കാണ് അവൾ ആദ്യം പരിപാടിയിട്ടത്. അമ്മമ്മയ്ക്ക് അതായിരിക്കും ഇഷ്ടമെന്ന ധാരണയാൽ ഞാനാണ് അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. മിടുക്കി. തീൻമേശയിൽ ഒരു അവലോകനം നടത്തിയിട്ട് അമ്മമ്മ വാസന്തിയെ അഭിനന്ദിച്ചു. അവർ ആദ്യം പ്ലേറ്റിൽ വിളമ്പിയത് നൂഡിൽസ് ആണ്, പിന്നെ ചിക്കൻ ചില്ലിയും. ചോറോ സാമ്പാറോ കണ്ടതായി പോലും നടിച്ചില്ല. വാസന്തി എന്നെ നോക്കി കണ്ണുകൊണ്ട് ചിരിച്ചു. ഞാൻ എനിക്ക് പ്രിയപ്പെട്ട ചോറും മുരിങ്ങ സാമ്പാറും വയർ നിറയെ കഴിച്ചു. അമ്മമ്മ അത് ശ്രദ്ധിച്ചിരുന്നു. കൃപാകരൻ ഒരു മാറ്റവുമില്ല അല്ലേ മോളെ? അവർ വാസന്തിയോട് ചോദിച്ചു. എന്നിട്ട് സോയാ സോസിന്റെ കുപ്പിയെടുത്ത് നൂഡിൽസിന് മേൽ ചരിച്ചു. ഇതൊക്കെ അമ്മമ്മ എങ്ങനെ പഠിച്ചു? ആര് പഠിപ്പിച്ചു? ഭക്ഷണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും ഇരിപ്പുമുറിയിൽ സ്ഥലം പിടിച്ചു. വീണ്ടും നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞിരുന്നു. അമ്മമ്മയ്ക്ക് ഉറക്കം വരുന്നെങ്കിൽ മുകളിൽ ചെന്ന് കിടക്കാം. അല്പനേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല. നീ എന്തെങ്കിലും പാട്ട് വെക്ക്. ഞങ്ങളുടെ സ്റ്റീരിയോ സിസ്റ്റത്തിൽ നോക്കിക്കൊണ്ട് അമ്മമ്മ പറഞ്ഞു. അത് കേട്ടപ്പോൾ കോളേജിൽ പഠിക്കുന്ന എന്റെ മകൾക്ക് ഉത്സാഹം വന്നു. അവൾ ചോദിച്ചു, അമ്മമ്മയ്ക്ക് എന്താണ് കേൾക്കേണ്ടത്? സുബ്ബലക്ഷ്മിയുടെ കീർത്തനം വെക്ക്, ഞാൻ പറഞ്ഞു. അമ്മമ്മയ്ക്ക് അതായിരിക്കും ഇഷ്ടം. എനിക്കും എന്റെ കുടുംബത്തിനും ഏറ്റവും പ്രിയങ്കരമായ റെക്കോർഡാണ് അത്. 4 വരി കേട്ടപ്പോൾ അമ്മമ്മ കോട്ട് വായിടാൻ തുടങ്ങി. നിന്റെ അടുത്ത് വേറെ റെക്കോർഡൊന്നും ഇല്ലേ മോളെ? അമ്മമ്മയ്ക്ക് എന്താണ് ഇഷ്ടം? ഇംഗ്ലീഷ് വെക്ക്. അബ്ബയുണ്ടെങ്കിൽ അത് വെക്ക്. അവൾ അബ്ബയുടെ റെക്കോർഡ് പരതി എടുത്തു വെച്ചു. മുറിയിൽ സ്റ്റീരിയോ സംഗീതം ഉയർന്നു. ഹണി ഹണി ഹൗ യു ത്രിൽ മീ. അമ്മമ്മ തലയാട്ടി രസിച്ചിരുന്നു, റെക്കോർഡ് തീരുന്നത് വരെ. തീർന്നപ്പോൾ അവർ പറഞ്ഞു, ഒന്നുകൂടി വെക്കുമോളെ. മകൾ അനുസരിച്ചു. മുറിയിൽ വീണ്ടും അബ്ബയുടെ ശബ്ദമുയർന്നു.
പാട്ടിന്റെ രസത്തിൽ അമ്മമ്മ ലോകമാകെ മറന്നതായി തോന്നി. എന്റെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. വൈകുന്നേരം വെയിൽ താണപ്പോൾ അമ്മമ്മ ഞങ്ങളോട് യാത്ര പറഞ്ഞു. ഞാൻ തന്നെ അവരെ തറവാട്ടിൽ കൊണ്ടുചെന്ന് വിട്ടു. തിരികെ തനിയെ കാറോടിച്ചു വരുമ്പോൾ ലോകമാകെ മാറിയതായി എനിക്ക് തോന്നി. നാട്ടിൽ നടക്കുന്ന വലിയ പരിവർത്തനങ്ങളെക്കുറിച്ച് അമ്മമ്മ എന്നെ ബോധവാനാക്കിയിരുന്നു. ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എം മുകുന്ദൻ. അപ്പോൾ കഥ കേട്ടല്ലോ. സാധാരണയായി ഇങ്ങനെ അമ്മമ്മ എന്നൊരു തലക്കെട്ട് കാണുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുക? ഇതിലെ കഥാനായകനെയോ നായികയെയോ വളർത്തിയിട്ടുള്ള വളരെ സാധുവായിട്ടുള്ള ഒരു അമ്മമ്മയുടെ കഥയായിരിക്കും, അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു അമ്മമ്മയുടെ കഥയായിരിക്കും പറയാൻ പോകുന്നത്. ഈ അമ്മമ്മ ഇപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഓർത്ത് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും എന്നാണ് ഈ കഥ വായിക്കും വരെയും ഞാൻ ഉൾപ്പെടെ ധരിച്ചിരുന്നത്, അല്ലേ? അങ്ങനെയാണ് നമുക്കിതിൻ്റെ തലക്കെട്ട് കേൾക്കുമ്പോൾ തോന്നുക. കാരണം നമ്മൾ കുഞ്ഞു ക്ലാസ് മുതൽ പരിചയപ്പെട്ട് വന്നിട്ടുള്ള അമ്മമ്മമാരെല്ലാം, മുത്തശ്ശിമാരെല്ലാം എങ്ങനെയുള്ളവരാണ്? പഴഞ്ചനാണ്, പഴയ കാര്യങ്ങൾ ഓർത്ത് സന്തോഷിക്കുന്നവരാണ്, മക്കളോടും കൊച്ചുമക്കളോടും വളരെയധികം സ്നേഹാധിക്യം കാണിക്കുന്നവരൊക്കെയാണല്ലേ. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു അമ്മമ്മയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ കഥയിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ അതിന് തികച്ചും വിപരീതമായിട്ടുള്ള ഒരു അമ്മമ്മയെയാണ് നാം ഈ അധ്യായത്തിൽ പരിചയപ്പെട്ടത്. അപ്പോൾ ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? അമ്മമ്മയും കൃപാകരനുമാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഇനി കൃപാകരൻ ആരാണെന്ന് ആദ്യം പറയാം. കൃപാകരൻ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അയാൾ പല പല നാടുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അയാൾ പെൻഷനായി. ഇത്രയും കാലം അയാൾ ജോലി ചെയ്ത പൈസയും പെൻഷനായ തുകയും ഒക്കെ കൂട്ടിവെച്ച് അയാൾ ഒരു വീട് വെച്ചിരിക്കുകയാണ്. ഇത് പഴയ കാലത്തെ കഥയാണെന്ന് ഓർക്കണം, കുറച്ചു കാലം മുമ്പുള്ള കഥയാണെന്ന് ഓർക്കുക. കാരണം 1.25 ലക്ഷം രൂപയ്ക്കാണ് അയാൾ ഒരു വീട് പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ചു കാലം മുൻപ് ഉള്ളതാണെന്ന് മനസ്സിലാക്കണം. ഒരു വലിയ വീട് വെച്ചിരിക്കുകയാണ് അയാൾ. ഇന്നത്തെ കാലത്ത് 1.25 ലക്ഷം രൂപയ്ക്ക് വീടൊന്നും വെക്കാൻ സാധിക്കില്ല. പക്ഷെ അന്ന് വലിയ ഒരു വീട് തന്നെ, വലിയ ഒരു ബംഗ്ലാവ് തന്നെ പണിയാൻ 1.25 ലക്ഷം രൂപ അധികമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പാദ്യവും എടുത്ത് വീടൊക്കെ പണിഞ്ഞു. പണിഞ്ഞ വീട്ടിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മാതിരിയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി. എന്തൊക്കെയാണ്? സൂര്യാസ്തമയവും ഉദയവും കാണുന്ന രീതിയിലുള്ള സിറ്റൗട്ടൊക്കെ തരപ്പെടുത്തി. വീടിന് മുന്നിൽ ഒരു കൊച്ചു പൂന്തോട്ടമൊക്കെ അദ്ദേഹം ഒരുക്കി. ആ പൂന്തോട്ടത്തിലാകട്ടെ പഴയ മട്ടിലുള്ള പൂക്കൾ, അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിൽ ഉണ്ടായിരുന്ന മട്ടിലുള്ള പൂക്കളൊക്കെ നട്ടുവെച്ചു. എന്തിനാണ് അതൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പഴയകാല ഓർമ്മകൾ, അദ്ദേഹത്തിന്റെ ബാല്യം, യൗവനം, കൗമാരമൊക്കെ വളരെ പ്രിയപ്പെട്ട ഓർമ്മകൾ സമ്മാനിച്ച ദിവസങ്ങളായിരുന്നു. ആ ദിവസങ്ങളെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പഴമയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പഴയ കാലത്തെ പൂക്കൾ, പഴയ മട്ടിലുള്ള പൂന്തോട്ടം, പഴയ മട്ടിലുള്ള സിറ്റൗട്ട്, ഇതൊക്കെ അദ്ദേഹത്തിന് വളരെ വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് സമയം ചെലവഴിക്കാനും പ്രകൃതിയിലെ മനോഹരമായ കാഴ്ചകൾ കാണാനുമൊക്കെ ആഗ്രഹിക്കുന്ന, വളരെ ലളിതമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കൃപാകരൻ. അദ്ദേഹത്തിന് വളരെയധികം ആഡംബരമൊന്നും വേണമെന്ന് ആഗ്രഹമില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരു കാറ് പോലും അദ്ദേഹത്തിന് അധികമായിട്ടാണ്, ഒരു വാഹനം പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിന് അധികമായിട്ടാണ് കൃപാകരൻ കരുതുന്നത്. അദ്ദേഹത്തിന്റെ ജീവിത ആവശ്യങ്ങൾ വളരെ പരിമിതമാണ്. അതെല്ലാം സാധിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഒരു ഭാര്യയുണ്ട്, 2 മക്കളുമുണ്ട്. അങ്ങനെ സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു സാധുവായ മനുഷ്യനാണ് കൃപാകരൻ. കൃപാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അമ്മമ്മ. അമ്മമ്മ എവിടെയാണ് താമസിക്കുന്നത്? അമ്മമ്മ തറവാട്ടു വീട്ടിലാണ് താമസിക്കുന്നത്. 80 വയസ്സിൽ കൂടുതൽ പ്രായം അമ്മമ്മയ്ക്കുണ്ട്. കുട്ടിക്കാലത്ത് കൃപാകരനെ വളരെ വാത്സല്യത്തോടുകൂടി വളർത്തുകയും കഥകൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു തറവാട്ടമ്മയാണ് ഈ അമ്മമ്മ എന്ന് പറയുന്ന കഥാപാത്രം. ഈ അമ്മമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള കഥകളും അവർ പകർന്നു കൊടുത്തിട്ടുള്ള അറിവും മറ്റുമാണ് കൃപാകരന്റെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള കാര്യങ്ങളായി അദ്ദേഹം പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വീട് വെച്ചപ്പോൾ ആ വീട് അമ്മമ്മ നേരിട്ട് വന്ന് കണ്ട് അഭിപ്രായം പറയണമെന്നും അവിടെ താമസിക്കണമെന്നും അമ്മമ്മയ്ക്ക് ഈ പട്ടണമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്നും ഒക്കെ കൃപാകരന് തോന്നി. കൃപാകരൻ എന്താണ് കരുതുന്നത്? അമ്മമ്മ 10-80 വർഷമായിട്ട് ആ തറവാട്ടിൽ തന്നെ ജീവിക്കുന്ന സ്ത്രീയാണ്. അവർ പുറം ലോകം കണ്ടിട്ടില്ല. അവർക്ക് പുറം ലോകത്തെക്കുറിച്ചോ പട്ടണത്തിന്റെ പരിഷ്കാരത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല. അപ്പോൾ അവരെ കൊണ്ടുവന്ന് പുതിയ മട്ടിലുള്ള വീടും പട്ടണവും ഒക്കെ ഒന്ന് കാണിച്ച് സന്തോഷിപ്പിക്കാം, അനുഗ്രഹം മേടിക്കാം എന്നൊക്കെയാണ് കൃപാകരൻ കരുതുന്നത്. അങ്ങനെ കരുതി ഈ അമ്മമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് കൃപാകരന് ഒരു കാര്യം മനസ്സിലാകുന്നത്. കൃപാകരനേക്കാളും കൂടുതൽ
കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം പരിവർത്തനപ്പെടാൻ തയ്യാറായ, അതായത് സ്വയം അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് തൻ്റെ അമ്മമ്മ എന്ന്. മാറ്റത്തിനനുസരിച്ച് കാലം എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മാറ്റങ്ങളെ എല്ലാം ഉൾക്കൊള്ളുകയും അവയോടെല്ലാം സന്ധി ചെയ്യുകയും അവയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളാണ് കൃപാകരൻ്റെ അമ്മമ്മ. കൃപാകരൻ്റെ അമ്മമ്മയ്ക്ക് പുതിയ മട്ടിലുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടമാണ്. അവർക്ക് പുതിയ മട്ടിലുള്ള ഒരുക്കങ്ങൾ ഇഷ്ടമാണ്. വീടിന് ചുറ്റും ചെയ്യുന്ന അറേഞ്ച്മെന്റ്സിലും പൂന്തോട്ടത്തിലും ഒക്കെ അവർക്ക് പുതുമ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് അമ്മമ്മ. എന്ന് മാത്രമല്ല, അവരുടെ നാട്ടിലൊക്കെ കറണ്ട് കിട്ടിയെന്നും റോഡുകൾ വികസിച്ചു എന്നും ഒക്കെ കൃപാകരൻ പറയുന്നുണ്ട്. സ്വാഭാവികമായും റേഡിയോയിലൂടെയും ടി വിയിലൂടെയും ഒക്കെ നിരന്തരം പുറം ലോകത്തെക്കുറിച്ച് കേൾക്കുന്ന വാർത്തകളും അതിൽ വരുന്ന പ്രോഗ്രാമുകളും എല്ലാം അമ്മമ്മയെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കേൾക്കുന്ന ചെറിയ ചെറിയ ഇംഗ്ലീഷ് വാക്കുകളെല്ലാം അമ്മമ്മ വളരെ താല്പര്യത്തോടു കൂടി പഠിച്ചു വെച്ചിട്ടുണ്ട്. കേൾക്കുന്ന പാട്ടുകളെല്ലാം അവർ താല്പര്യത്തോടു കൂടി പഠിച്ചു വെച്ചിട്ടുണ്ട്. പഴയ മട്ടിലുള്ള ഗാനങ്ങളും മറ്റുമൊക്കെ പഴഞ്ചനാണെന്നും പുതിയ തലമുറയുടെ പാട്ടിനും അവരുടെ രീതികൾക്കും കലകൾക്കും വിനോദങ്ങൾക്കും അനുസരിച്ച് മാറേണ്ടതാണെന്നും കരുതുന്ന കഥാപാത്രമാണ് അമ്മമ്മ. പണ്ടുകാലം മുതൽക്കേ അവർ ശീലിച്ചു വന്നിരുന്ന ആഹാര രീതികളും ജീവിത സാഹചര്യങ്ങളും ഒക്കെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് അവര്. സ്വതവേ ഇത്രയും കാലം നാട്ടിൻപുറത്തെ ഒരു തറവാട്ടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് ആ നാടിനോടും തറവാടിനോടും ഒക്കെയാണ് കൂടുതൽ ആഭിമുഖ്യം ഉണ്ടാവുക. എന്നാൽ കൃപാകരന്റെ അമ്മമ്മ അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് ലോകം കാണാൻ കഴിയാത്തതിലും സഞ്ചരിക്കാൻ കഴിയാത്തതിലും യാത്രകൾ പോകാൻ കഴിയാത്തതിലും ഒക്കെ സങ്കടമുണ്ടായിരുന്നു. കൃപാകരൻ പുറത്തു കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒരു യാത്ര കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ തന്നെ അവർ ആവശ്യപ്പെടുന്നത് ദുബായ് കാണണമെന്നാണ്. അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും ആഗ്രഹങ്ങളും വന്നു കഴിഞ്ഞ ഒരു മനസ്സാണ് കൃപാകരന്റെ അമ്മമ്മയുടേത്. കൃപാകരനാകട്ടെ അമ്മമ്മയുടെ പഴയകാല കഥകൾ ഓർത്തുകൊണ്ട് അതിനെ തൻ്റെ സ്വന്തം നൊസ്റ്റാൾജിയയായി പേറി നടക്കുകയാണ്. അമ്മമ്മയാകട്ടെ അതെല്ലാം കൈവിട്ട് പുതിയ തലമുറയ്ക്കൊപ്പം സഞ്ചരിച്ചും കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അമ്മമ്മ 80 വയസ്സ് വരെ ജീവിച്ച അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല. അവരുടെ തറവാട്ടിലെ മറ്റ് അംഗങ്ങൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മക്കളുടെ മക്കൾക്ക് വേണ്ടിയൊക്കെയാണ് 80 വയസ്സ് വരെയും ആ സ്ത്രീ ജീവിച്ചത്. സ്വാഭാവികമായും അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പുറം ലോകം കാണാനോ സഞ്ചരിക്കാനോ ഒന്നും തന്നെ സാധിച്ചില്ല. അപ്പോൾ തൻ്റെ ത്യാഗങ്ങളെല്ലാം ആ തറവാട്ടിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് ജീവിച്ച ആ സ്ത്രീയെ കൃപാകരൻ ഉൾപ്പെടെയുള്ള കൊച്ചുമക്കൾ എങ്ങനെ കാണുന്നു? അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ട്, തങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തരുന്ന, തങ്ങളെ ഓമനിക്കുന്ന, കൊഞ്ചിക്കുന്ന, വാത്സല്യത്തോടു കൂടി വളർത്തിക്കൊണ്ടുവന്ന ഒരു ഓർമ്മയായിട്ടാണ് കൃപാകരൻ അവരെ പരിഗണിക്കുന്നത്. കൃപാകരനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത ത്യാഗങ്ങളെല്ലാം അയാളുടെ നല്ല ഓർമ്മകളാണ്. പക്ഷേ ഈ ത്യാഗം ചെയ്ത ജീവിതമുള്ള സ്ത്രീ, അതായത് അമ്മമ്മയുടെ ജീവിതം മുഴുവൻ ഭർത്താവിനും മക്കൾക്ക്, കൊച്ചുമക്കൾക്കൊക്കെ വേണ്ടി ത്യാഗം ചെയ്യപ്പെട്ടതാണ്. അങ്ങനെയുള്ള ആ ജീവിതവും അതിൻ്റെ സാഹചര്യങ്ങളും ഒന്നും അമ്മമ്മയ്ക്ക് സന്തോഷകരമായിരുന്നില്ല. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവർ കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കാനും പരിവർത്തനപ്പെടാനും ആഗ്രഹിച്ചിരുന്നു. അവർക്കത് ഇപ്പോൾ മാത്രമാണ് കഴിഞ്ഞത്. എപ്പോഴാണ് സാങ്കേതിക വിദ്യകൾ വളരുകയും അവരുടെ വീട്ടിൽ കറന്റും വാർത്താവിനിമയ ഉപാധികളും ഒക്കെ ഉണ്ടായപ്പോൾ അതിലൂടെ അവർ പുറം ലോകത്തെ അറിയുകയും പുറം ലോകത്തിന് ഇത്രമാത്രം വിശാലതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അമ്മമ്മ ആ മാറ്റങ്ങളിലേക്ക് ആകൃഷ്ടയാവുകയും അതോടൊപ്പം മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ആ മാർഗം തിരഞ്ഞെടുക്കുകയും ചെയ്തു. പക്ഷേ 80 വയസ്സുള്ള ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ഇത്രയും ദൂരം സഞ്ചരിക്കുക, അല്ലെങ്കിൽ ചെറുപ്പം മുതൽക്കുള്ള ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കുക എന്നുള്ളത് പ്രാവർത്തികമാക്കുന്നതിൽ സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. കൃപാകരനാകട്ടെ ഈ അമ്മമ്മയുൾപ്പെടെയുള്ള തറവാട്ടിലെ പഴയ അംഗങ്ങൾ ജീവിച്ച ജീവിതം നൊസ്റ്റാൾജിയായി കൊണ്ടു നടക്കുകയും അത് മഹത്താണ് എന്ന് കരുതി അതുപോലെ ജീവിക്കാൻ വേണ്ടി സ്വയം പരുവപ്പെടുത്തി വെച്ചിരിക്കുകയുമാണ്. ആ ജീവിതത്തിനനുസരിച്ച് തറവാട്ടിലെ പരിമിതമായ ജീവിത സാഹചര്യങ്ങൾ കണ്ടു വളർന്ന അയാൾക്ക് അത് മഹത്തരമായി തോന്നുകയും അതുപോലെ ലളിതമായി താനും ജീവിക്കണം എന്ന് ഒരു ആഗ്രഹം തൻ്റെ മനസ്സിൽ സ്ഥിരമായി പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് കൃപാകരൻ ആ പഴയ കാലത്തിൽ നിന്ന് പുതിയ കാലത്തേക്ക് വന്നിട്ടില്ല. അയാൾ ഇപ്പോഴും പഴമയുടെ ഒരു പ്രതിനിധിയായി അവിടെ തന്നെ നിൽക്കുന്നു. എന്നാൽ അമ്മമ്മയാകട്ടെ മാറിയ കാലത്തിനൊപ്പം സഞ്ചരിച്ച് യുവതലമുറയ്ക്കൊപ്പം എത്തിയിരിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള വ്യത്യസ്തതകളും വൈരുദ്ധ്യങ്ങളും അവരുടെ കഥാപാത്രങ്ങളിലുള്ള സംഘർഷങ്ങളും മറ്റുമാണ് നാം ഈ അധ്യായത്തിൽ പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇതിനെ തുടർന്ന് ഈ പാഠഭാഗത്തിന്റെ പ്രവർത്തനങ്ങളാണ് വരുന്നത്.
അവ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അവയെ മുൻനിർത്തി നിങ്ങളുടേതായ ഉത്തരങ്ങൾ രൂപീകരിക്കാനും ശ്രമിക്കണം.
അമ്മമ്മ എന്ന പാഠഭാഗത്തിന്റെ അനുബന്ധമായി ഒരു ചെറിയ ലേഖനം നൽകിയിട്ടുണ്ട്, നോക്കുക. മലയാളിയുടെ ഹെലൻ കെല്ലർ എന്നാണ് അതിന്റെ പേര്. സിജു ചെറുതാഴമാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ മലയാളിയുടെ ഹെലൻ കെല്ലർ എന്ന് പറയണമെങ്കിൽ ഹെലൻ കെല്ലർ ആരാണെന്ന് നമ്മൾ ആദ്യം അറിയണമല്ലേ. അമേരിക്കയിലെ അലബാമയിലാണ് അവർ ജനിച്ചത്. 1880 ജൂൺ മാസം 27-ാം തീയതിയാണ് അമേരിക്കയിലെ അലബാമയിൽ ഹെലൻ കെല്ലർ ജനിക്കുന്നത്. ജനിക്കുന്ന സമയത്ത് അവർ ഒരു സാധാരണ കുട്ടിയായിരുന്നു. ഏകദേശം 1.5 വയസ്സുള്ളപ്പോൾ അവർക്ക് മസ്തിഷ്ക ജ്വരം ബാധിക്കുകയുണ്ടായി. ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ചതിനെ തുടർന്ന് അവർ മരിച്ചു പോകുമെന്നാണ് ഡോക്ടർമാർ വരെ കരുതിയിരുന്നത്. പക്ഷേ അത്ഭുതകരമായി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ ഈ 2ാം ജന്മത്തിൽ അവർക്ക് കേൾവിയോ കാഴ്ചയോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേൾവി ഉണ്ടെങ്കിലല്ലേ നമ്മൾ വാക്കുകൾ കേട്ട് പഠിക്കുകയുള്ളൂ, ഭാഷ പഠിക്കുകയുള്ളൂ. കേൾവി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഭാഷ പഠിക്കാനും വളരെ പ്രയാസമായിരുന്നു. പിന്നീട് അവർക്ക് 10-13 വയസ്സ് പ്രായമുള്ളപ്പോൾ ആനി സളിവൻ എന്ന് പറയുന്ന ഒരു അധ്യാപിക അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഈ അധ്യാപിക അവരെ വിദ്യാഭ്യാസത്തിന്റെയും അറിവിന്റെയും ഒക്കെ ലോകത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയും ചെയ്തു. ഏകദേശം 40 വർഷത്തോളം ആനി സളിവൻ ഹെലൻ കെല്ലറുടെ അധ്യാപികയായിരുന്നു. നിങ്ങൾ ഇംഗ്ലീഷിലും മറ്റും ഈ കഥ പഠിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഹെലൻ കെല്ലറെ നമുക്കറിയാം. കാഴ്ചയും കേൾവിയും ഒന്നും ഇല്ലാതിരുന്നിട്ടും അത്ഭുതകരമായ തന്റെ സിദ്ധി കൊണ്ട്, എന്തായിരുന്നു ആ സിദ്ധി? എല്ലാം ഗ്രഹിക്കാനുള്ള കഴിവ്, പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള ആ കഴിവിലൂടെ ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിയ ഹെലൻ കെല്ലർ. അങ്ങനെയുള്ള ഹെലൻ കെല്ലറെ പോലെയുള്ള ഒരു വ്യക്തിത്വം നമുക്കും സ്വന്തമായുണ്ട്, മലയാളികൾക്കും സ്വന്തമായുണ്ട്. ആ വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുക. ഞാൻ ആദ്യം ഈ ലേഖനം ഒന്ന് വായിക്കാം, അതിനുശേഷം അതിൻ്റെ ആശയം മൊത്തത്തിലൊന്ന് പറയാം. ശ്രദ്ധിക്കുക. മലയാളിയുടെ ഹെലൻ കെല്ലർ. അച്ഛൻ്റെ കയ്യിൽ തൊട്ട് അവൾ പൂക്കളെയും പൂമ്പാറ്റകളെയും കണ്ടു. കാറ്റിൻ്റെയും കടലിൻ്റെയും ശബ്ദം അവൾ കേട്ടതും കുസൃതി നിറഞ്ഞ ചിരിയോടെ പലതും പറഞ്ഞതും അച്ഛനിലൂടെയായിരുന്നു. മഴയും വെയിലും ഇരുളും വെളിച്ചവും അവൾ അനുഭവിച്ചത് അച്ഛൻ്റെ കൈവിരലുകളിൽ നിന്നാണ്. കാരണം അവൾക്ക് കാഴ്ചയില്ല, സംസാരശേഷിയില്ല, കേൾവിശക്തിയില്ല. 6 വയസ്സിനിടെ 6 തവണ ഓപ്പറേഷന് വിധേയയായ അവൾക്കിന്ന് 26 വയസ്സ്. പേര് സിഷ്ണ ആനന്ദ്. അന്ധയും ബധിരയും മൂകയുമായ ഒരാൾക്ക് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാനാകും? മറ്റുള്ളവരുടെ ആശയവിനിമയത്തെ ഉൾക്കൊള്ളാനോ സ്വന്തം ആശയങ്ങളെ പ്രകടിപ്പിക്കാനോ കഴിയാത്ത അവസ്ഥ. പിന്നെങ്ങനെ ജീവിക്കും? അതിനുള്ള ഉത്തരമാണ് തലശ്ശേരിക്കാരിയായ സിഷ്ണ ആനന്ദ് എന്ന മിടുമിടുക്കി. ഇന്ന് സിഷ്ണ നൃത്തം ചെയ്യും. കുടകളും ചന്ദനത്തിരികളും മാറ്റുകളും കടലാസുകൊണ്ട് പൂക്കളും പേനയും ഉണ്ടാക്കും. കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഉപയോഗിക്കും. സ്കൂളുകളിൽ ചെന്ന് കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ എടുക്കും. സെമിനാറുകളിൽ പ്രസംഗിക്കും. അത്ഭുതം എന്ന കേവലവാക്കിനപ്പുറത്താണ് ഇന്ന് സിഷ്ണയുടെ ജീവിതം. പ്രതിസന്ധികളിൽ തളരാതെ പൊരുതി മുന്നേറിയ സിഷ്ണ നമ്മുടെ ഹെലൻ കെല്ലറാണ്. ഒരിക്കൽ മുംബൈയിലെ ആശുപത്രിയിൽ സിഷ്ണയെ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോൾ ഒരു ഡോക്ടർ സിഷ്ണയുടെ അച്ഛനോട് ചോദിച്ചു, കണ്ണു കാണില്ല, ചെവി കേൾക്കുകയോ സംസാരിക്കുകയോ ചെയ്യില്ല, ഹൃദയത്തിനും പ്രശ്നമുണ്ട്. ഇങ്ങനെ ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തി വലുതാക്കും? അച്ഛൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് മകളെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ ഈ കൈവിരലുകൾ അവളുടെ കണ്ണുകളും കാതുകളുമാണ്. ഈ വിരൽ പിടിച്ച് അവൾ സംസാരിക്കും. എൻ്റെ ജീവിത ലക്ഷ്യം അവളുടെ ജീവിത വിജയമായിരിക്കും. അതിൻ്റെ തുടക്കം മുംബൈ ഹെലൻ കെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 4-ാം വയസ്സ് മുതലുള്ള സിഷ്ണയുടെ പഠനമായിരുന്നു. വിരൽത്തുമ്പിലാണ് സിഷ്ണയുടെ ലോകം. ടാക്ടൈൽ സൈൻ ലാംഗ്വേജ്, തൊട്ടുകൊണ്ടുള്ള ആംഗ്യഭാഷ എന്ന ആശയവിനിമയ രീതി പഠിച്ചതിനാൽ കൈവിരലുകൾ തൊട്ട് സിഷ്ണ സംസാരിച്ചു തുടങ്ങി. സിഷ്ണയോട് സംസാരിക്കാൻ അച്ഛനും അമ്മയും ആ ഭാഷ സിഷ്ണയിൽ നിന്നും പഠിച്ചെടുത്തു. അങ്ങനെ മകൾക്ക് പറയാനുള്ളത് മാതാപിതാക്കൾ കൃത്യമായി മറ്റുള്ളവരോട് പറഞ്ഞു. ബ്രെയിൻ ലിപി പഠിച്ചതോടെ പവർ ബ്രെയിലി എന്ന ഉപകരണത്തിന്റെ സഹായത്താൽ എഴുതാനും വായിക്കാനും സാധിച്ചു. കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനും ഇന്ന് സിഷ്ണയ്ക്ക് കഴിയും. ഒരു ദിവസം സിഷ്ണ അച്ഛനോട് പറഞ്ഞു, എനിക്ക് നൃത്തം പഠിക്കണം. അച്ഛൻ നൃത്താധ്യാപികയോട് കാര്യം പറഞ്ഞു. ആദ്യം ഉപേക്ഷ പറഞ്ഞെങ്കിലും പിന്നീട് ടീച്ചർ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായി. ശിവദം ശിവനാമം എന്ന് തുടങ്ങുന്ന സിനിമാ ഗാനം തിരഞ്ഞെടുത്തു. അച്ഛൻ ഈ ഗാനത്തിന്റെ വരികൾ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് അത് ബ്ലൂടൂത്ത് വഴി പവർ ബ്രെയിലിയിലേക്ക് അയച്ചു. അത് ബ്രെയിൻ ലിപിയിൽ മാറ്റപ്പെട്ടതോടെ സിഷ്ണയ്ക്ക് വായിച്ചെടുക്കാനായി. അങ്ങനെ മകൾ തൊട്ട് മനസ്സിലാക്കിയ ഓരോ വരിയുടെയും അർത്ഥം അച്ഛൻ തന്റെ വിരൽ സ്പർശത്താൽ പറഞ്ഞുകൊടുത്തു. പിന്നീട് ടീച്ചർ വരികൾക്കൊപ്പിച്ച് സിഷ്ണയെ ചുവടുകൾ പഠിപ്പിച്ചു. അങ്ങനെ കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ ടീച്ചർക്കൊപ്പം സിഷ്ണ വേദിയിൽ നൃത്തം അവതരിപ്പിച്ചു. സിജു ചെറുതാഴം.
നോക്കൂ, ഇവിടെ സിഷ്ണ ആനന്ദ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്ത് അത്ഭുതകരമായ ജീവിതമാണ് സിഷ്ണയുടേതെന്ന് നോക്കൂ. ഹെലൻ കെല്ലറുടേത് പോലെ തന്നെ വളരെ അത്ഭുതം തോന്നിക്കുന്ന ഒരു ജീവിതമാണ് സിഷ്ണയ്ക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഹെലൻ കെല്ലറുടെ ജീവിതത്തിൽ ഹെലൻ കെല്ലർക്ക് വഴികാട്ടിയും തുണയും ഒക്കെ ആയത് ഹെലൻ കെല്ലറുടെ അധ്യാപികയായിരുന്ന ആനി സള്ളിവൻ ആയിരുന്നു. അതുപോലെ സിഷ്ണ ആനന്ദിന്റെ ജീവിതത്തിന്റെ വഴികാട്ടിയും തുണയും ഒക്കെ ആയത് അവരുടെ അച്ഛനാണ്, ആനന്ദാണ് അല്ലേ. അദ്ദേഹത്തോട് ഒരുപാട് പേര് ഈ കുട്ടിക്ക് കണ്ണ് കാണില്ല, സംസാരിക്കാൻ കഴിയില്ല, ചെവി കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം അതിലൊന്നും തളർന്നില്ല. പോരാത്തതിന് കുട്ടിക്ക് ഹൃദയത്തിനും പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സാധാരണ മാതാപിതാക്കൾ സുഖമില്ലാത്ത കുഞ്ഞാണല്ലോ എന്ന് കരുതി വീടിനുള്ളിൽ തന്നെ ഇരുത്തി ആഹാരമൊക്കെ കൊടുത്ത് വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ആ കുഞ്ഞിന് ആവശ്യമായ പരിചരണം മാത്രം നൽകി അതിനെ വളർത്തുകയാണ് രീതി. പക്ഷേ സിഷ്ണയുടെ അച്ഛൻ സിഷ്ണയെ അങ്ങനെ വീടിനുള്ളിൽ തന്നെ ഒതുക്കിയിരുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല. അദ്ദേഹത്തോട് ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തും എന്ന് ചോദിച്ചവരോടെല്ലാം പറഞ്ഞ മറുപടി, എൻ്റെ വിരലുകളിലൂടെ അവൾ കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യും. അവളുടെ ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്നാണ്. അപ്പോൾ വളരെ അർപ്പണ മനോഭാവമുള്ള ദൃഢനിശ്ചയമുള്ള ഒരു അച്ഛൻ്റെ വാക്കുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? മകളെ ഹെലൻ കെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ച് പഠിപ്പിച്ചു. അപ്പോൾ ഹെലൻ കെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബ്രെയിലി ലിപി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനമാണ് നടത്തുന്നത്. അത് കണ്ണു കാണാൻ സാധിക്കാത്ത മനുഷ്യർക്ക് പഠിക്കാൻ സഹായിക്കുന്ന ഒരു പഠന രീതിയാണ്, ഒരു ലിപിയാണ് എന്ന് മനസ്സിലാക്കുക. ഈ ലിപിയിലൂടെ സിഷ്ണ പഠിക്കുകയും ലോകത്തെ അറിയുകയും എല്ലാ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ശാസ്ത്രങ്ങളെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ പഠിക്കുകയും ഒക്കെ ചെയ്തു. ഇന്ന് സിഷ്ണയ്ക്ക് കമ്പ്യൂട്ടർ വരെ ഉപയോഗിക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, സിഷ്ണയ്ക്ക് ഒരിക്കലൊരു ആഗ്രഹം തോന്നി, എന്താണ്, നൃത്തം ചെയ്യണമെന്ന്. അപ്പോൾ കണ്ണ് കാണാൻ സാധിക്കുന്നില്ല, ചെവി കേൾക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരാൾക്ക് താളം ശ്രവിച്ചാലല്ലേ നൃത്തം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് കൂടിയും ഏത് നൃത്തമാണോ, ഏത് പാട്ടിനനുസരിച്ചാണോ നൃത്തം ചെയ്യുന്നത്, ആ പാട്ടിൻ്റെ വരികൾ ഡൗൺലോഡ് ചെയ്ത് ബ്രെയിലി ലിപിയിലേക്ക് മാറ്റി അതിൻ്റെ അർത്ഥം കൃത്യമായി ഗ്രഹിച്ച് ആ അർത്ഥത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് ടീച്ചർ പറഞ്ഞു കൊടുത്തതുപോലെ ചുവടുകൾ വെച്ച് അതിനെ പഠിച്ചെടുത്ത് അവതരിപ്പിക്കാനും സിഷ്ണയ്ക്ക് സാധിച്ചു. ചെറിയ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ജീവിതം തന്നെ അവസാനിച്ചുവെന്നും ഇനി മുന്നോട്ട് ജീവിക്കാൻ സാധിക്കില്ല എന്നും കരുതുന്ന മനുഷ്യർക്കൊക്കെ ഒരു മാതൃകയാണ് ആര്? സിഷ്ണ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യർക്ക് ജീവിതത്തിൽ ഒരുപാട് കുറവുകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ സിഷ്ണയോളം പ്രതിസന്ധിയൊന്നും നമുക്കാർക്കും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അല്ലേ. സിഷ്ണയുടേതെന്ന് പറയുന്നത്, സിഷ്ണ ഈ ലോകത്തെ കണ്ടിട്ടില്ല, ഈ ലോകത്തെ കേട്ടിട്ടില്ല, ഈ ലോകവുമായി ആശയവിനിമയം നടത്താനുള്ള പ്രാഥമികമായ മാർഗങ്ങളൊന്നും തന്നെ സിഷ്ണയ്ക്ക് ഇല്ല. സിഷ്ണയ്ക്ക് ഇന്ന് ജീവിതത്തിലുള്ളതെല്ലാം സിഷ്ണയുടെ അച്ഛൻ പഠനത്തിലൂടെ, ബ്രെയിലി ലിപി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനത്തിലൂടെയും പരിശീലനത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ അർപ്പണ മനോഭാവത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിലൂടെ നേടിക്കൊടുത്തതാണ്. സ്വന്തം മകളെ ഒരിക്കലും ഈ ലോകത്തിൽ ഒന്നിനും പ്രയോജനമില്ലാത്ത ഒരാളാക്കി നിർത്താൻ അനുവദിക്കുകയില്ല എന്നും അവൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി തന്നാൽ കഴിയുന്നതെല്ലാം താൻ ചെയ്യുമെന്നുമുള്ള ഒരു അച്ഛൻ്റെ ദൃഢനിശ്ചയത്തിൽ നിന്നുമാണ് സിഷ്ണയുടെ ജീവിതം കെട്ടിപ്പടുക്കപ്പെട്ടത്. അച്ഛൻ്റെ ദൃഢനിശ്ചയത്തിനൊപ്പം അധ്വാനിക്കാനുള്ള മനസ്സുകൂടി സിഷ്ണ കാണിച്ചപ്പോഴാണ് സിഷ്ണയ്ക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിച്ചത്. അപ്പോൾ സിഷ്ണയെ പോലുള്ള പെൺകുട്ടികൾ നമുക്ക് എല്ലാവർക്കും മാതൃകയാണ്. ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നാലും, ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും ഒരു മാർഗങ്ങളും ഒരു ആരോഗ്യവും ഇല്ലായിരുന്നാൽ പോലും ജീവിതം നമുക്ക് വേണ്ടി 1000 വഴികൾ തുറന്നു തരുമെന്നും അത് കണ്ടെത്തുകയാണ് നാം വേണ്ടത് എന്നുമുള്ള ആശയമാണ്, ആ ഒരു മെസ്സേജാണ് നമുക്ക് സിഷ്ണയുടെ ജീവിതം പകർന്നു തരുന്നത്. ഇതിനെ തുടർന്ന് ഒരു പ്രവർത്തനം നൽകിയിട്ടുണ്ട്, അതാണ് ഇനി വരുന്നത്. ശ്രദ്ധിക്കുക. നന്ദി.